ഹായ് ഹലോ എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ നല്ലൊരു ദാൽച്ചാൻ്റെ കറിയും അതുപോലെ തന്നെ നല്ലൊരു ജീര റൈസിൻ്റെ റെസിപ്പി ആട്ടോ ഒന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതാ ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ നന്നായി കഴുകിയിട്ട് അരിപ്പയിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പിന്നെ നമ്മൾ ചൊരക്ക കേട്ടോ, ചൊരക്ക തന്നെയല്ല എല്ലായിടത്തും പറയുക. അപ്പോൾ ഇതൊന്ന് വേണം കറിക്ക്. അപ്പോൾ ഇത് കുറച്ച് വലുതാക്കിയിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്, ചെറുതാക്കിയിട്ടല്ല, നല്ലോണം ഒന്ന് വലിയ കഷ്ണാക്കിയിട്ടാണ്. അപ്പോൾ ഇനി വേണ്ടിയത് നമുക്ക് പരിപ്പാണ്, സാമ്പാറിലെല്ലാം ഇടുന്ന പരിപ്പാണ്. അത് ഇന്ന് നമുക്ക് കുക്കറിൽ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞളും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. പിന്നെ കറിയിലേക്ക് പരിപ്പും കൂടി വേണം. അപ്പോൾ കുക്കറിൽ ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഡിഷ് എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയിൽ ഉള്ള നല്ല അടിപൊളി ഒരു ഭക്ഷണം കേട്ടോ. അപ്പോൾ കുറച്ച് പുളിയും ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു 3 ഉള്ളി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ പച്ചമുളക് എല്ലാം കൂടിയിട്ട് ക്ലീനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി വേണ്ടിയത് നമുക്ക് ഇതാണ് മസാലപ്പൊടികൾ, ഗരം മസാലകളാണ് വേണ്ടിയത് കേട്ടോ. അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഏലക്കായും അതുപോലെ തന്നെ ഷാജീരകം അതുപോലെ തന്നെ പട്ട, ഗ്രാമ്പൂ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കട്ട് ചെയ്ത നമ്മൾ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 തക്കാളി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. 2 തക്കാളി നമുക്കൊന്ന് കട്ട് ചെയ്ത് ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളി ഒന്ന് ബ്രൗൺ നിറായി വന്നപ്പോൾ ഞാൻ ഇഞ്ചും വെളുത്തുള്ളിയും അരച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇട്ട് കൊടുത്തത് തക്കാളിയാട്ടോ. അപ്പോൾ ഇനി മസാലപ്പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, മുളക് പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടിയും അതുപോലെ ജീരകം പൊടിച്ചത് കേട്ടോ. നമ്മളെ ചെറിയ ജീരകം പൊടിച്ച പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കുക കേട്ടോ. പിന്നെ ജീരകം ചെറിയ ജീരകം കേട്ടോ, അതിൻ്റെ പൊടിയാണ്. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കുക. അതിലേക്ക് നമുക്ക് ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതൊന്ന് തിളച്ച് വരുമ്പോൾ ഇനി നമുക്ക് ചിക്കനും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കനും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് തീ എല്ലാം കുറച്ചിട്ടൊന്ന് സ്ലോ ആക്കിയിട്ട് വേവാൻ വിടാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇനി നമുക്ക് ജീര റൈസാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഞാൻ വലിയ ബസ്മതി റൈസിൻ്റെ അരി എടുത്തിട്ടുണ്ട്. ഞാൻ കഴുകിയിട്ട് ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നാലല്ലേ കുറച്ച് കഴിയുമ്പോഴത്തേനും അത് എടുത്തുണ്ടാക്കിയാൽ വേഗം വെന്ത് കിട്ടും. അപ്പോൾ ഞാൻ തുറന്നു നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനിയും മൂടി വെച്ചിട്ട് വേവിക്കുന്ന കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ കുക്കർ തുറന്ന് നോക്കുമ്പോൾ നമ്മൾ പരിപ്പെല്ലാം നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ നല്ലോണം ഒന്ന് വെച്ചിട്ടൊന്ന് ഉടച്ച് കൊടുക്കാം കേട്ടോ. കയ്യിൽ വെച്ചിട്ട് ഉടച്ച് കൊടുക്കാവേ. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്കും തരാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ കമൻറ്റ് കൂടി അയക്കാൻ മറക്കരുതേ. അപ്പോൾ ഞാൻ ഇതിലേക്ക് നമ്മൾ ചൊരക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കറിയിലേക്ക്. അന്ന് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. ഇതിനും നല്ല വേവുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കട്ടെ കേട്ടോ. കുറച്ച് കസ്തൂരി മേത്തിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ മൂടി വെച്ചിട്ട് തന്നെയാണ് വേവിക്കുന്നത് കേട്ടോ. അതുപോലെ വീഡിയോസ് കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് തരാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ലൈക്ക് തന്നിട്ടുണ്ടെങ്കിലാണ് കൂടുതൽ ആളുകളിലേക്ക് നമ്മളെ വീഡിയോ ചെന്നെത്തുള്ളൂ കേട്ടോ. അപ്പോൾ അത് മറക്കാണ്ട് തരിക. അപ്പോൾ നമ്മൾ പരിപ്പും കൂടി നമ്മളെ കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് പരിപ്പ് ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് പാകം വെള്ളം ഒഴിച്ച് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മളെ പുളി ഉണ്ടല്ലോ അതും കൂടി പിഴിഞ്ഞൊഴിക്കാം കേട്ടോ നമുക്ക്. അതുപോലെ തന്നെ പച്ചമുളക് ഉണ്ടല്ലോ, അരിയാണ്ട് തന്നെ നമ്മൾ
അതിൻ്റെ തണ്ട് കളഞ്ഞിട്ട് കഴുകിയിട്ട് ഇടുക കേട്ടോ. അതുപോലെ തന്നെ ഗരം മസാല ഇട്ട് കൊടുക്കുക. അതുപോലെ കൊത്തമ്പീർ ഉണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ലോണം അതിൽ കൊത്തമ്പീർ ചേർത്ത് കൊടുക്കണേ. പുതിന, അപ്പോൾ പുതിന ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കുക കേട്ടോ. അപ്പോൾ ഇതാ കറി നമ്മളൊന്ന് തിളക്കാൻ വേണ്ടി വിടുകയാണ്. അപ്പോൾ നമ്മൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജീര റൈസ് ഉണ്ടാക്കാം കേട്ടോ. അതിൻ്റെ എപ്പോഴും ദാൽച്ചേൻ്റെ ഒപ്പം ഇവിടെ എപ്പോഴും ജീര റൈസ് ആട്ടോ. അതിനുള്ള ടേസ്റ്റ് അധികം ജീര റൈസാണ് ഉണ്ടാവുക കറീൻ്റെ ഒപ്പം. അപ്പോൾ ഇതാ ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രമ്പയില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ ഇവിടെ ഗ്ലാസ് ഇപ്പോൾ ഒരു 3 ഗ്ലാസ്സാണ് ഞാൻ അരി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു 4-5 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഒന്ന് തിളക്കാൻ വിടുന്നുണ്ട്. അപ്പോൾ ഇതാ വെള്ളമെല്ലാം തിളച്ച് വന്നപ്പോൾ ഞാൻ അരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഇനി നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് വറ്റിച്ചെടുത്തിട്ട് നമുക്ക് ഗ്യാസ് ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് അതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ തുറന്ന് നോക്കുമ്പോൾ കുറച്ചും കൂടി വേവ് വരാനുണ്ട്. അപ്പോൾ പിന്നെ ഞാനൊന്ന് മൂടി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് വേവാനുണ്ട് കേട്ടോ. ഞാൻ നോക്കുമ്പോൾ ഒന്നും കൂടി വേവാനുണ്ട്. അപ്പോൾ ഞാനതെല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്നും കൂടി ഞാൻ മൂടി വെക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതാ മൂടി വെച്ചിട്ട് ഇനി ഗ്യാസ് കുറച്ച് വെച്ചിട്ട് ഞാൻ വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഇപ്പോൾ നമ്മളെ ചോറ് ജീര റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുതേ. അതുപോലെ തന്നെ ലൈക്ക് തരാനും മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ കമൻറ്റും കൂടി അയക്കാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.